ഓൾ വെൽക്കം ടു ക്വസ്റ്റ്യൻ പോൾ. നമ്മൾ ഓൾറെഡി 2 വീഡിയോയിൽ പ്രീവിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആ 2 വീഡിയോസും യൂസ്ഫുൾ ആയി എന്നാണ് കരുതുന്നത്. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, ദെൻ ഇന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇന്നും 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. First question. The constitutional amendment deals with the anti-defection law. ആൻറ്റി-ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ 52nd അമെൻമെൻ്റ് ആണ്. 52ാമത്തെ അമെൻമെൻ്റ് ആണ് കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്. ഇത് ഏത് വർഷത്തിലാണ് വന്നത് എന്നുകൂടെ നമുക്ക് നോക്കാം. 1985 1985 52ാമത്തെ 52nd അമെൻമെൻ്റ് ആണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഇത് പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് ഭരണഘടനയുടെ 10ാം പട്ടികയിലാണ്. സോ ആൻറ്റി-ഡിഫെക്ഷൻ ലോ പ്രകാരമുള്ള അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 52nd അമെൻമെൻ്റ് ആണ്. അത് 1985 ഈ അമെൻമെൻറ്റ് പ്രകാരം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുള്ളത് ഭരണഘടനയുടെ 10ാം പട്ടികയിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The article provides protection of life and personal liberty. ലൈഫിനും പേഴ്സണൽ ലിബർട്ടിക്കും പ്രാധാന്യം കൊടുക്കുന്ന, പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ലൈഫിനും പേഴ്സണൽ ലിബർട്ടിക്കും പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആർട്ടിക്കിൾ 21. ഈ ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത്. അതായത് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന ക്വസ്റ്റ്യന് ആൻസർ ആർട്ടിക്കിൾ 21. അത് ബന്ധപ്പെട്ടിട്ടുള്ളത് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുമായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പോർട്ട്ഫോളിയോ ആറ്റമിക് എനർജി കംസ് അണ്ടർ. അതായത് ആറ്റമിക് എനർജി എന്ന ആ ഒരു സബ്ജക്റ്റ് അത് ഏത് ലിസ്റ്റിന് കീഴിൽ പെടുന്നതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിൽ ആറ്റമിക് എനർജി എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആറ്റമിക് എനർജി എന്ന വിഷയം. അടുത്ത ക്വസ്റ്റ്യൻ. The Right to Information Act came into force on. ഓൾറെഡി 2 വീഡിയോസ് പറഞ്ഞപ്പോഴും RTA ആക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 എന്നുള്ളത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓൺ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് എന്നതാണ് ക്വസ്റ്റ്യൻ. അത് 1949 നവംബർ 26. എന്നാൽ ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അതായത് ഒരു ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്, അല്ലേ? സോ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായ ദിവസമാണ് 1950 ജനുവരി 26. എന്നാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ. The idea of fundamental rights has been taken by the constitution of. ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഒരുപാട് സബ്ജക്റ്റ് എവിടെ നിന്നാണ് എടുത്തത്, ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ് നമ്മൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണെന്ന്. ഇത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് USA ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 24 ഡീൽസ് വിത്ത്. 24ാമത്തെ ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ.
പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഇനി ഈ ആർട്ടിക്കിൾ 24 എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ മൈനുകളിലോ മറ്റ് അപകടകരമായ സ്ഥലങ്ങളിലോ പണിയെടുപ്പിക്കരുത് എന്നാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. പണിയെടുപ്പിച്ചാൽ അത് ബാലവേലയായി കണക്കാക്കും. ഫാക്ടറികളിലോ മൈനുകളിലോ മറ്റ് അപകടകരമായ സ്ഥലങ്ങളിലോ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കരുത്. അതാണ് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം ചിൽഡ്രൻ എന്ന് പറയുന്നത് ബിലോ 14 ഇയേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്? ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഏത് ആർട്ടിക്കിളാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ആർട്ടിക്കിളാണ്, ഒന്നാമത്തെ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 1. അത് പറയുന്നത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് എന്നതാണ്. അല്ലെങ്കിൽ അതിൽ പറയുന്ന, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്ന ഡയലോഗ് എന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 1 എന്ത് പറയുന്നത്? ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ എംപവേർഡ് ദ അതോറിറ്റി ടു ഡിക്ലെയർ ഇക്കണോമിക് എമർജൻസി ഇൻ ഇന്ത്യ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ഓതറൈസേഷൻ കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു 360 ആണ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഈസ് ഡൺ ടു പാസ് ദ GST ബിൽ? GST ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള അമെൻമെൻറ്റ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. 101ാമത്തെ അമെൻമെൻറ്റാണ് GST ബില്ല് പാസ്സാക്കിയത്. ഇത് അമെൻമെൻറ്റാണ്, 101ാമത്തെ അമെൻമെൻറ്റാണ്. എന്നാൽ അമെൻമെൻറ്റ് ബില്ല് 122ാമത്തെയാണ്. എത്രാമത്തെ അമെൻമെൻ്റ് ആണെന്ന് ചോദിച്ചാൽ 101ാമത്തെ അമെൻമെൻറ്റും, എത്രാമത്തെ അമെൻമെൻറ്റ് ബില്ലാണെന്ന് ചോദിച്ചാൽ 122ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണ്. അതാണ് GSTയുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. മൈനോറിറ്റി റൈറ്റ്സ് ആർ ഗിവൺ ഇൻ. മൈനോറിറ്റി റൈറ്റ് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. അത് 29 മുതൽ 30 വരെയാണ് മൈനോറിറ്റികളെ കുറിച്ച് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആ ഒരു ആർട്ടിക്കിളാണ് 29 മുതൽ 30 വരെ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊട്ടക്ടർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ. ഇന്ത്യക്കൊരു സുപ്രീം കോർട്ട് ഉണ്ട് എന്നറിയാം. ഇന്ത്യയുടെ സുപ്രീം കോടതി ഇനാഗുറേറ്റ് ചെയ്തത് 1950 ജനുവരി 28-നാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി ഇനാഗുറേറ്റ് ചെയ്തത് 1950 ജനുവരി 28-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The fundamental duties of Constitution were incorporated on the recommendation of. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അത് വളരെ കോമൺ ആയ ഒരു ക്വസ്റ്റ്യനാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ്ഡ് ബൈ ദ ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. അത് 2013 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് ഈസ് എ സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ഇൻ. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് അതൊരു സബ്ജക്റ്റാണ്. അത് ഏത് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റാണെന്നാണ്. കുറച്ച് മുന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത് ആറ്റമിക് എനർജി എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്, ഒരു പോർട്ട്ഫോളിയോ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിംഗ് ഏത് ലിസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നുള്ളതാണ്. അതിന് ആൻസർ കൺകറൻറ്റ് ലിസ്റ്റാണ്.
കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റിനും യൂണിയൻ ഗവൺമെൻറ്റിനും അധികാരമുള്ള ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിലാണ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് വരുന്നത്. ഇനി കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന മറ്റൊരു സബ്ജക്റ്റാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വനങ്ങൾ, അത് രണ്ട് ഗവൺമെൻറ്റിനും ഒരുപോലെ അധികാരമുള്ളതാണ്. അതും കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് ഫോറസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 19 of 1 of C of the Indian Constitution is related to. ആർട്ടിക്കിൾ 19 അത് ഫ്രീഡത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അതിൽ 1 of C അതിലെ C ക്ലോസ് എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ്, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് 19 ആർട്ടിക്കിളിൻ്റെ ക്ലോസ് C പറയുന്നത് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ സീനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ തൊട്ടടുത്തത് കൂടെ ഒന്ന് നോക്കാം. ഡി എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. ഡി പറയുന്നത്, അതായത് 19 ക്ലോസ് ഡി പറയുന്നത് ടു മൂവ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യൻ ടെറിട്ടറിയിലൂടെ എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ് എന്തു പറയുന്നത് 19 of D പറയുന്നത്. സി ആയിരുന്നെങ്കിൽ സംഘടനകൾ രൂപീകരിക്കുവാനും ഡി എന്നത് ഇന്ത്യൻ ടെറിട്ടറിയിൽ എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യവുമാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The UPSC have on July 19, 2000 constituted a committee to review the existing scheme of civil service examination under the chairmanship of. ഇപ്പോൾ നടക്കുന്ന സിവിൽ സർവീസ് എക്സാമിനേഷനെ കുറിച്ചൊരു റിവ്യൂ, അതിൻ്റെ ഇപ്പോഴത്തെ സ്കീമിനെ കുറിച്ചൊരു റിവ്യൂ നടത്തുന്നതിന് വേണ്ടി 2000 ജൂലൈ 19 UPSC ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. YK ആലാഗാണ് അതിൻ്റെ ചെയർമാൻ. ഇത് ഒരു വളരെ റെയറായ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2000 ജൂലൈ 19 ആണ് ഈ ഒരു കമ്മിറ്റീനെ നിയോഗിച്ചിട്ടുള്ളത്, YK ആലാഗ്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ കറൻ്റായിട്ട് ഇപ്പോൾ നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിലെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. എല്ലാ എക്സാമിനുമുള്ള നെഗറ്റീവ് മാർക്കിംഗ് എന്ന ആ ഒരു സിസ്റ്റം, അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്ത ഒരു ഹൈക്കോർട്ടുണ്ട്. ആ ഹൈക്കോർട്ട് ചെന്നൈ ഹൈക്കോർട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കറണ്ട് UPSC എക്സാമിൻ്റെ സ്കീമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 2000 ജൂലൈ 19 ഒരു കമ്മിറ്റിയെ UPSC നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ്റെ പേരെന്താണ് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ YK ആലാഗാണ്. എന്നാൽ കറൻ്റായി നടന്നൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിലെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് കമൻറ്റ് ചെയ്ത ഒരു ഹൈക്കോർട്ടാണ് ചെന്നൈ ഹൈക്കോർട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which amendment act is related with the disqualification of a member of either House of Parliament on the ground of defection from his party? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് ആൻറ്റി ഡിഫെക്ഷൻ അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധനം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു മെമ്പറെ പാർലമെൻറ്റിൻ്റെ ഏത് ഹൗസിൽ നിന്നായാലും ആ മെമ്പറെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. എന്തിൻ്റെ? ഈ ഒരു ഡിഫെക്ഷൻ ഫ്രം ഹിസ് പാർട്ടി, ജയിച്ചു വന്ന പാർട്ടിയോട് കൂറ് കാണിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്ക് എതിരായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ഏത് ഹൗസിൽ നിന്നായാലും പുറത്താക്കുവാൻ, ഡിസ്ക്വാളിഫൈ ചെയ്യുവാനുള്ള അധികാരം നൽകുന്നുണ്ട്. ആ അധികാരം നൽകിയ അമെൻമെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 52nd അമെൻമെൻറ്റ് തന്നെയാണ്. 1985 52nd അമെൻമെൻറ്റ് തന്നെയാണ് ഈ ഒരു അധികാരം നൽകുന്നത്. അത് കൂറുമാറ്റ നിരോധനമാണ് ഈ ഒരു അമെൻമെൻറ്റിൽ പറയുന്നത്. ഇനി 1985 ഈ ഒരു അമെൻമെൻറ്റ് വരുമ്പോൾ രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് റെയർ ക്വസ്റ്റ്യൻ ആണ്. റെക്കോർഡ് ഈസ് ഡിഫൈൻഡ് അണ്ടർ ഡാഷ് ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ റെക്കോർഡ് എന്ന ആ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഏത് സെക്ഷനിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ.
അത് ആ ഒരു ആക്ടിൻ്റെ സെക്ഷൻ 2 ഓഫ് 1 അങ്ങനെ ഒരു റെക്കോർഡ് എന്താണ് എന്ന ഡെഫിനിഷൻ കൊടുക്കുന്നത്. അതൊരു വളരെ റെയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഷോൾ കൺസിസ്റ്റ് ഓഫ്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ കമ്മീഷൻ ഫോർ വിമണിനെ കുറിച്ചിട്ട്. അതിൻ്റെ കറൻറ്റ് ചെയർപേഴ്സണെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേഖാ ശർമ്മയാണ് എന്നുള്ളത്. ഇതിനിപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 5 members, എ മെമ്പർ സെക്രട്ടറി ആൻഡ് ചെയർപേഴ്സൺ. ഇതാണ് അതിൻ്റെ ഒരു മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 5 members, ഒരു മെമ്പർ സെക്രട്ടറി ആൻഡ് ഒരു ചെയർപേഴ്സൺ. അപ്പോൾ ഇപ്പോഴത്തെ ചെയർപേഴ്സണാണ് രേഖാ ശർമ്മ. ഇനി ഈ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ വിമണിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് നിർഭയ ഭവൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലെ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും പുറത്തുനിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് അല്ല. എല്ലാം PSC ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഒരു 20 കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത വീഡിയോയിലും ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്സും കമൻസും ചാനലിനുള്ള പ്രോത്സാഹനമായി കണക്കാക്കും. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.